ഹായ് ഹലോ നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് ഉപ്പും മുളകും ആ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗൗരി അതിന് മറുപടിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് സബ്ജക്റ്റ് എന്ന് അധികം പേർക്കും അറിയില്ല. സംഭവം നമ്മുടെ SP ശ്രീകുമാർ ഒരാളെ ഭീഷണിപ്പെടുത്തി, ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് സംഭവം. ബിജു സോപാനം എന്തോ വീഡിയോ മറ്റോ എടുത്തു എന്നൊക്കെ പറയുന്നു. ഇദ്ദേഹം ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് അറിയില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് വന്നിട്ട് ഈ പറയുന്ന ഒരുപാട് സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഉപ്പും മുളകും സീസൺ 3 ആണ്. സീസൺ 2 ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ ഗൗരി ഇതിനകത്ത് വലിയ ആക്റ്റീവായിട്ടുള്ള 2-ൽ വലിയ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഒന്നും അല്ലായിരുന്നു. ആ ഒരു സമയത്ത് പാർവതി, അയ്യപ്പദാസ്, ഗൗരി, ഉണ്ണിമായ, വർഷ ഇവരൊക്കെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു. പിന്നെ ജൂഹി കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു, ശിവാനി, പിന്നെ നിഷ സരക്, ഇത്രയും പേരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിപ്പോ പൊതു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഒരു ഗൗരിയുടെ ഒരു വീഡിയോ വെച്ചിട്ട് ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ ബേസ് ചെയ്തായിരുന്നു ഇതിനകത്തുള്ള സംസാരം മൊത്തവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരി വന്നിട്ട് ഗൗരിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് കാണാം. അതിന് മുമ്പ് തന്നെ ഈ പറയുമാതിരി ഈ ഒരു സീസണേ അല്ല, ഈ പറയുമാതിരി എന്താണ് സെക്കൻഡ് സീസൺ, ഫസ്റ്റ് സീസൺ ഈ ഒരു ടൈമിലാണ്. ബിക്കോസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ ഒരു ആ ഒരു ടൈമില് എടുത്ത ആ ഒരു ഹേമ കമ്മിറ്റിയിൽ തന്നെ എടുത്ത റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പം ഉപ്പുമുളകിൽ അഭിനയിച്ച നായകന്മാർക്കെല്ലാം ഈ പറയുന്ന ജൂഹി ആയാലും ശിവാനി ആയാലും നിഷ ആയാലും അതേ കണക്ക് പാർവതി അയ്യപ്പദാസ് ആയാലും ഗൗരി ഉണ്ണിമായി ആയാലും വർഷ സുരേഷ് ആയാലും ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണോ ഇത് കണക്ക് കൊടുത്തേ, അതേ കണക്ക് ഈ ബിജു സോപാനത്തിന് അസാമാന്യ ഈ പറയുന്ന ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഷോയെ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ ബൂബ്സിൽ കൂടുതൽ ഒബ്സർവ് ചെയ്തു പോകുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഷോയുടെ പോക്ക് തന്നെ. ഇതിനു മുമ്പ് നമുക്കറിയാം ഈ നിഷ സാരംഗി വന്നിട്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ കഴിഞ്ഞ സീസണിൽ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. അതിന്റെ സംവിധായകനെയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന 24-ന്റെ മേധാവി ഇടപെടുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ പറയുന്നവര് അന്ന് നടന്ന ആ ഒരു ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ആണ്. എന്തായാലും നമുക്ക് അതിനു മുമ്പ് ആ സംഭവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതിനു മുമ്പ് നടന്ന ഒരു സംഭവം കൂടെ ഈ ഗൗരിയുടെ നമ്മുടെ മറുപടിയും കൂടെ നമുക്കൊന്ന് കാണാം. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെ എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് അവളാണോ, ഇത് ഇവളാണോ, അത് ഇവളാണോ എന്നുള്ളൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പറയട്ടെ, ഇത് ആ സീസൺ 2-ൽ നടന്ന സമയത്ത് ആ സംവിധായകരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിഷ സാരംഗ് തന്നെ കൊടുത്തൊരു കേസിന്റെ
ഭാഗമായിട്ട് തന്നെയാണെന്നാണ്. അതിന് ഈ പെൺകുട്ടികളെ എല്ലാം ഭയങ്കര മോശമായിട്ട് ഇപ്പൊ അവരത് ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. അതിനകത്തൊരു സംവിധായകൻ ഇതേ കണക്ക് അന്നത്തെ കോ പ്രൊഡ്യൂസറായിരുന്ന ഈ പറയുന്ന SP ശ്രീകുമാർ, അതേ കണക്ക് ബിജു സോപാനം, ഇവരെല്ലാം അന്ന് ആർട്ടിന്റെ കൂടെ പാട്ടായിരുന്നു. ആ ഒരു ടൈമിൽ കാണിച്ച വൃത്തികേടുകളെ സംബന്ധിച്ച് തന്നെയാണ് അവരത് അന്നത്തെ പരാതിയിന്മേൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം. അതിന് മുന്നോട്ട് പോകുമല്ലോ എന്നൊന്നും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ എന്തായാലും ഒരു പരാതി ഉണ്ടായിരുന്നു, അന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം അത് പരിഹരിച്ച് മുന്നോട്ട് പോയി. ഈ പറയുന്ന ആൾക്കാരെതിരെ പല രീതിയിലും, പ്രത്യേകിച്ചും ഈ ഷോ ഒരു എന്താണ് ഈ ഒരു സീരിയൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന നല്ല കുറച്ച് കണ്ടന്റുകൾ. കാര്യം പൊതുവെ സീരിയലുകൾക്ക് ഇല്ലാത്തൊരു സ്വഭാവം ഈ പറയുമാതിരി എപ്പോഴും വീട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാന്നൊക്കെ നേരത്തെ ഇതിച്ചുകൂടെ ഒബ്സർവ് ചെയ്ത് ഇച്ചിക്കൂടെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ബോഡി ഷെയ്മിങ് ഒക്കെ കുറവാണ് ഈ ഒരു സംഭവത്തിനകത്ത്. ആ രീതിയിലാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിന് ആരാധക വൃന്ദവും വളരെ കൂടുതലാണ്. ശ്രീകുമാറിന്റെ ബേസിലുള്ള ഫാൻസി വന്നിട്ട് മറ്റുള്ളവരെ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. പിന്നെ കുറെ ഞരമ്പന്മാരുടെ സ്വഭാവമുണ്ട്. ഈ പെൺകുട്ടികളെ എല്ലാം അസഫ്യം പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് അവൾ ഇവളാണോ എന്നുള്ള രീതിയിലൊക്കെ, നീ അവളാ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇത് നിർത്തുക. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സൈബർ ബുള്ളിങ്? പിന്നെ ബിജു സോപാനം ഒരു മോശം മനുഷ്യനാണെന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുമെന്നാണ്. ഇതിപ്പോ പറയുന്നത് കേസ് എന്ന് പറയുന്നത് എന്താ ഒരു പെൺകുട്ടിയുടെ ഒളിക്യാമറയിൽ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് മാറുന്ന ദൃശ്യങ്ങളൊക്കെ എടുത്തു എന്നുള്ള കാര്യമാണ്. അത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ SP ശ്രീകുമാർ ചെന്ന് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഇതുകൊണ്ടായിരിക്കാം. അതിനെ നമുക്ക് പിന്നെ ന്യായീകരിക്കാം, സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇത് എന്ന്. പക്ഷേ ഈ ബിജു സോമാനത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അതിനൊരു ശിക്ഷ കിട്ടുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കേസ് എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. കുറച്ച് ദിവസം ചർച്ചകൾ ചെയ്യും. അതിനുശേഷം ഇതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് സാക്ഷിമൊഴികളുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ഇപ്പൊ അവരെല്ലാം നല്ല സാരസ്യങ്ങളൊക്കെ നിർത്തി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. നിഷയാണെന്നും പറയുന്നുണ്ട്, നിഷയുടെ ആ ഇഷ്യൂ ആണെന്നും പറയുന്നുണ്ട്. വേറെ ഈ പറയുന്ന ഒരു വർഷ ആ ഒരു ബേസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. വർഷയോ അതോ ഈ പറയുന്ന ഒരു ഗൗരി ഉണ്ണുമായോ പാർവതി അയ്യപ്പദാസോ ഒക്കെ കൊടുത്ത കേസാണോ? അപ്പൊ നമുക്കങ്ങനെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു കാര്യം ഏകദേശമൊക്കെ നമുക്കൊരു അറിവുള്ള വേറെ വിഷയം കൂടെ ഉണ്ട്. അത് നമുക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് ഈ പറയുന്ന ഒരു ആണുങ്ങൾക്കൊരു നിയമം പെണ്ണുങ്ങൾക്കൊരു നിയമം എന്നാണല്ലോ പൊതുവെ ഇപ്പോൾ നിയമത്തിൻ്റെയൊക്കെ ഒരു ഗെയിം. ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ പരസ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ആ സ്ത്രീക്കും കിട്ടേണ്ട ഒരു ആനുകൂല്യമൊന്നുമില്ല. പിന്നീട് ഏരിയയിലാണ് പിന്നെ ഇത് കുത്തിപ്പൊങ്ങി വരാൻ കാരണം ഈ അടുത്ത കാലത്ത് അവരെ ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് ഒന്ന് ഒരു സ്ത്രീ അതിനകത്ത് കടന്നു കയറുകയൊക്കെ ചെയ്തായിരുന്നു. അതിനകത്തൊക്കെ ഭാഗമായിരുന്നു, ഈ ഒരു ഷോയുടെ ഭാഗമായിരുന്നു. നിങ്ങൾക്ക് അറിയാം ആളെ. അപ്പൊ അവരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവരെ ഇപ്പം ഷോയ്ക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരുമായിട്ടൊരു ചെറിയ ഉറക്കം കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഇവരാണ് ഈ വാർത്ത വെളിയിൽ കൊണ്ടുവന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ നമുക്കറിയില്ല ഇനി വല്ല ഏഷ്യനെറ്റിന്റെ പരിപാടിയാണോ, അങ്ങനെയും ഈ പറയുമാതിരി ഏഷ്യനെറ്റിന്റെ പരിപാടിയാണ്, ഈ പറയുമാതിരി ഫ്ലൈവേസ് TVയോടുള്ള ഏഷ്യനെറ്റിന്റെ പരിപാടിയാണ്, ഒത്തിയിട്ട പരിപാടിയാണ്. പിന്നെ ഇത് വല്ലാതെ വിജയിച്ചു പോകുന്നൊരു ഇതാണ്. ഇപ്പം ബിഗ് ബോസും മറ്റുമൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ പറയുമാതിരി ഈ ഷോ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണെന്നൊന്നും അറിയില്ല. കാര്യം ഇപ്പം നമ്പർ 1 ആയിട്ട് പോകുന്ന ഉപ്പും മുളക് എന്ന് പറയുന്നൊരു ഷോയാണ്. ഇത് പെട്ടെന്ന് വീഴുകയും അടുത്ത ബിഗ് ബോസിനുള്ള പാട്ടും ഇതൊക്കെ ഒരുങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലവേഴ്സ് TVയെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ ഗെയിമുകൾ കളിക്കുക. ഈ പറയുമാതിരി വൻകിട കമ്പനികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗെയിമൊക്കെ കളിച്ചു പോകും. പക്ഷെ അതിന് ഏഷ്യന്റിനോട് അത്ര പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ പ്രൈമറി ഫ്ലവേഴ്സ് TVക്കോ അതിന്റെ കാര്യങ്ങൾ ആൾക്കാർക്കോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്തായാലും നമുക്ക് കണ്ടറിയാം. പിന്നെ ഈ ഒരു വിഷയത്തോടുള്ള ഈ ഒരു സൈബർ ബുള്ളിങ്ങിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മയമായ ഭാഷയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.